സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിത് ചലഞ്ച് വീഡിയോ ആയിട്ട് പൊന്നാനി വന്നതാണ്. ഇപ്പം നിലവിലുള്ളത് പാലക്കാടാണ്. നമ്മളൊരു പിടികിട്ടാപ്പുള്ളി തിരക്കി ഇറങ്ങിയതാണ്. നമ്മുടെ പിടികിട്ടാപ്പുള്ളി കൊല്ലത്തുള്ളതാണ്. പക്ഷേ പുള്ളി ഇപ്പോൾ പാലക്കാട് ഉണ്ടെന്ന് നമുക്കൊരു വിവരം കിട്ടി. അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ പോയി എത്രയും പെട്ടെന്ന് തൂക്കിയിട്ട് വരാം. നമ്മുടെ പിടികിട്ടാപ്പുള്ളി ഇന്ന് നമ്മൾ പണി വേണ്ട ഫുള്ള് അളിയാരാ. അതിനകത്ത് വേറെ ദാക്ഷിണ്യൊന്നുമില്ല. ഏതാ അതിനകത്ത് വേറൊരു ദാക്ഷിണ്യമില്ല. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അല്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. അല്ല, ഞങ്ങൾ ചെറിയൊരു മറ്റേ എറണാകുളം നിന്നൊരു ചെറിയ ഒരു പരാതി ഇട്ടിട്ട് വന്നേ. പരാതി കിട്ടിയത് മറ്റേ ഫൈബർ സെല്ലിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുണ്ട് ഇതാണോ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൺയൂഷ്വലായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകൾ കാര്യങ്ങളല്ലേ, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നു. അല്ല, മോളെന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടോ? ലൈക്കോ മെസ്സേജോ കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും അയക്കുന്നുണ്ടോ? റോങ് അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് റോങ് അല്ലായിരിക്കും, റിസീവ് ചെയ്യുന്നവർക്ക് റോങ് ആണെങ്കിൽ നമുക്ക് പരാതി വരും. മനസ്സിലായി? കടയ്ക്കലെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് എല്ലാം റെക്കോർഡഡ് ആണ്. മനസ്സിലായി? പിന്നെ ആരാ പെട്ടത്? അല്ല, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആർക്കും ഹേർട്ടാവുന്ന രീതിയിൽ ഒന്നും ഇട്ടിട്ടില്ല. റോങ് ആവണമെന്നില്ല, ഹേർട്ടാവുന്ന രീതിയിലെങ്കിലും ഇട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് പറഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ സ്ക്വാഡിനെ പറഞ്ഞു കൊടുത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കേണ്ട സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? അറിയത്തില്ലെന്ന് വെറുതെ നമ്മളൊരു വാക്കുകൊണ്ട് വെറുതെ അറിയത്തില്ലെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലാതോ? ആളുടെ പേരെന്താ? മിസ്രിയ. ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കൂടുതൽ നേരം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിച്ച് പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് ആളെ വിളിക്കാം. ഒരു കോംപ്രമൈസ് ടോക്കിൽ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ സംസാരിക്കാനോ കൂടുതൽ ഇതിനുള്ള ടൈം എടുക്കാനോ എനിക്കും ടൈമില്ല. എനിക്കും പോകണം, എനിക്കും ഫാമിലി ഉള്ളതാണ്. മനസ്സിലായോ? 10:25 എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഫാമിലി ഉള്ളതാണ്. മനസ്സിലായോ? എങ്ങനെയാ വന്നേ? പിന്നെ ഇത്രയും ദൂരം താണ്ടി വന്നില്ല, വെറുതെ എടുത്തില്ലല്ലോ. കമൻ്റൊക്കെ അങ്ങനെ ഇട്ടതുകൊണ്ടാ. അറിയുവാ? ഉറക്കപ്പറ. എങ്ങനെ അറിയാ? അപ്പൊ നമ്മൾ ഈ കൊലപ്പുള്ളി തിരക്കി നമ്മൾ വന്നിട്ടാ. പിടികിട്ടാപ്പുള്ളി. ഈ പുള്ളി കടയ്ക്കലിടുന്ന മെസ്സേജ് ഇടും, എന്നിട്ട് പാലക്കാട് വരും. അങ്ങനെ ഇന്ന് നമ്മൾ പാലക്കാട് വന്നങ്ങ് പിടിച്ച്. ഇതാണ് നമ്മുടെ പിടികിട്ടാപ്പുള്ളി. ഇപ്പൊ പിടികിട്ടി. ഒരുപാട് ചുറ്റി വന്നിട്ടാ. പേടിച്ചാ നീ? സത്യം പറഞ്ഞാൽ എനിക്ക് പേര് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പുള്ളിയെ കാണാൻ വേണ്ടി തന്നെ ഇങ്ങ് വന്നതാണ്. അപ്പം നമ്മൾ സന്തോഷമായിട്ട് ആദ്യം നമുക്ക് ഒരു കേക്ക് മുറിക്കാം. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് തുച്ഛമായ ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ മുതൽ ഇന്ന് ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് വരെയും കമൻ്റ് ഇടുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെ മകളെപ്പോലെ എൻ്റെ കൂടെ ഇത്രയും ദിവസവും ചേർന്ന് ഇന്നൊരു പൊന്നുമോളായത്. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഈ സ്നേഹാദരോടുകൂടി കേക്ക് മുറിക്കാൻ വേണ്ടി. ഹാപ്പിയാ? എന്തെങ്കിലും തോന്നുന്ന? എന്തെങ്കിലും പറയണ്ട? സന്തോഷമായ? വിഷമമൊന്നുമില്ലേ വന്നേന്? ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ച്. ഇത് ഞങ്ങളുടെ ഫോളോവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനുള്ള സമ്മാനം. ഇത്തിക്ക് കേക്ക് കൊടു. സന്തോഷ. ഇതിവിടെ തീരുന്നില്ല, ഇതിവിടെ ഒരു തുടക്കം മാത്രം. എപ്പോഴും പറ, അന്ന് ഞാൻ പറഞ്ഞ് തുടക്കം മാത്രം. ഒരു മോനില്ലേ?